എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യറിന്റെ ബർത്ത്ഡേ ആണെന്ന് 1978 79 ആണ് സെപ്റ്റംബർ 10 തമിഴ്നാട്ടിലെ നാഗർകോവിലാണ് മഞ്ജു വാര്യർ ജനിച്ചത്. ബേസിക്കലി അവരൊരു തൃശ്ശൂർ സ്വദേശിനിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ജനപ്രിയ നടൻ ദിലീപിനെ കല്യാണം കഴിച്ച് മീനാക്ഷി എന്ന മകളൊക്കെ ഉണ്ടവർക്ക്. പിന്നീട് 2015 ഇവർ ഡിവോഴ്സ്ഡ് ആവുകയാണ്. അതൊക്കെ അടഞ്ഞ അധ്യായങ്ങളാണ്. അവർ പോലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണെന്നെല്ലാം നമുക്കറിയാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഡിവോഴ്സിന് ശേഷമാണ് മഞ്ജു വാര്യർ എന്ന നടി കുറച്ചും കൂടിയും ബോൾഡായിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ മലയാളികൾക്ക് സമ്മാനിക്കാൻ തുടങ്ങിയത്. എത്രയോ നല്ല നല്ല സിനിമകൾ, ഈ പുഴയും കടന്ന്, സെല്ലാപം, 6-ാം തമ്പുരാനിലെ ഉണ്ണിമായെന്ന് നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ അവരുടെ തിരിച്ചുവരവിന് ശേഷം ഇറങ്ങിയ വേൾഡ് ആർ യു, പിന്നെ എമ്പുരാനിലെ പ്രിയദർശിനി രാംദാസ് എന്ന കഥാപാത്രമൊക്കെ വളരെ പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. എത്രയോ നല്ല നല്ല സിനിമകൾ നമ്മൾ മലയാളികൾക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട മഞ്ജു ചേച്ചി, 1000 ജന്മദിനാശംസകൾ. ഇനിയും താങ്കൾക്ക് മലയാളികൾക്ക് ഒരുപാട് നല്ല നല്ല റോളുകൾ സമ്മാനിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി ഒരു മലയാളി എന്ന നിലയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ മുമ്പിൽ വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ അനൂസ് സൈനിങ് ഓഫ്. ബൈ ബൈ.